നവാസേ പൈസ ചോദിക്കണേ ഇല്ലേ ഒരു എന്തിനാടാ നീ ജോലിക്ക് പോണത്? ആ എടാ ഒരു 500 ഉണ്ടെങ്കിൽ ഇറാ. എടാ അതൊന്നുമല്ല, എനിക്കും മോക്കും കൂടെ സിനിമയ്ക്ക് പോയി. ആ അച്ഛാ പണിയെടുക്കും തൊട്ടുവരുത്. എടാ എനിക്ക് പാടുകുട്ടിയും കൂടെ സിനിമയ്ക്ക് പോയാടാ. ആ ഒരു 10-2000 രൂപ ആവും. സിനിമയ്ക്ക് പോയാൽ മാത്രമേ പോരല്ല, പുറത്തുനിന്നല്ലോ കഴിക്കണ്ടേ. അതിനിപ്പോൾ വേറെ ആരാണെന്ന് ചോദിക്കാം. നീ പെട്ടെന്ന് 500 രൂപ ഇട്. ശരിയടാ, ഓക്കെ. പാറക്കുട്ടിനെ കൊണ്ട് പുറത്തു വിടാം. ഓ അതിനാകുമ്പോഴേ കൊണ്ടുപോകുന്ന സമയത്തേക്ക് നന്ദി കാണുമല്ലേ. എന്താ ഇവിടെ ഒരു ബഹളം? പാറുവിനെ കൊണ്ട് അച്ഛൻ പുറത്തു പോവാന്ന്. അയ്യോ അതെന്താ നമ്മൾ വരണ്ടേ? ആരും വേണ്ട. ഇന്നൊന്ന് അടിച്ച് കറങ്ങില്ലെങ്കിലേ ഇന്ന് രാത്രി നീ കിടന്ന് ഉറക്കം വരൂല. അച്ഛൻ വാശി കാണിക്കുവാണോ? എങ്ങനെ വേണമെന്ന് ചിന്തിച്ചല്ലിച്ചു. പക്ഷെ കയ്യിൽ പൈസ ഇല്ലാതെ പോയില്ലേ. ആടാ വാസേ, ആടെ ഒരു 500 രൂപ ഉണ്ടെങ്കിലേ എൻ്റെ ഫോൺ എടുത്തിട്ട്. ഹലോ ഹലോ കട്ടായിപ്പോയി. സ്വിച്ച് ഓഫ്. അച്ഛനിപ്പോ എന്തിനാ അച്ഛ പൈസ? അച്ഛനിപ്പോ എന്തിനാ പൈസ എന്തിനാ? എടാ പറഞ്ഞില്ലടാ, എൻ്റെ കൊച്ചിനെ കൂടെ പുറത്ത് വേണം, ഒരു 2000 രൂപ വേണം. ഇന്ന് പുറത്ത് പോയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ പോയിട്ട് കാര്യമില്ല. പറവകളെ പെട്ടെന്ന് റെഡിയാവും. കേശു പറഞ്ഞാൽ കേശു പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. അവനെ നോക്കി വെച്ചേക്കണം. അവൻ കൂറ് മാറിയിരിക്കണം. ഇപ്പം അവൻ്റെ കൈ കിട്ടും. ആ കയ്യിൽ നിന്ന് പൈസ എടുത്ത് സൈറ്റിൽ കൊടുത്ത്, അതാണ് പ്രശ്നമായത്. അല്ല ഇഞ്ചിനെടുത്ത് പറഞ്ഞാൽ അയച്ചു തരും, പക്ഷേ മോശം നാണക്കേട്. നാണക്കേടില്ലാത്തൊരു സ്ഥലമുണ്ട്. നീ ആയിട്ട് ഇങ്ങനെ അച്ഛനെ വിളിച്ച് ചോദിക്ക്, പാറുവിനെയും കൊണ്ട് സിനിമയ്ക്ക് പോകാനാണെന്ന് പറഞ്ഞാൽ അച്ഛൻ ടപ്പേന്ന് ഇട്ട് തരും. ആ ചായക്കടല്ലേ വിജയനെ വിളിക്കാം, അവ ഉപേക്ഷിക്കൂല, അവ ഇട്ട് തരും. പലതുള്ളി പെരുവെള്ളം. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അച്ഛ എന്തോന്ന് അച്ഛാ, അച്ഛൻ്റെ കാര്യം കഷ്ടം തന്നെ കേട്ടാ. ചോക്കുമല കയറി ഇരുന്നത് ചോക്കപ്പണ അവസ്ഥയാണല്ലോ അച്ഛൻ്റെ കാര്യം. എന്താണ് നീ പറഞ്ഞത്? നോക്കട്ടെ ഓടാ, അവ 500 രൂപ ഇട്ട് വേണം നോക്കട്ടെ. അച്ഛാ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തിനീ കടം മേടിക്കണെന്ന്? എൻ്റെ അവിടെ പൈസ ആടാ ഇരിക്കുന്നത്. അച്ഛൻ നോക്ക്, എവിടെ നോക്കാൻ? അക്കൗണ്ടിൽ നോക്ക്, പൈസ ഉണ്ടല്ലോ അച്ഛന്. അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ അമ്മരിട്ട് 500 രൂപ ആണ്. അതിൽ കൂടെ ഒന്നും കാണുന്നില്ല. ഒന്ന് നോക്കണം പ്ലീസ്, നോക്കൂ. അക്കൗണ്ട് നോക്കണത്തിന് ഞാൻ നീ 3000 രൂപ ഇട്ടാ ലച്ചു 2000 രൂപ ഇട്ട് നോക്കട്ടെ. 5000 രൂപ ഞാൻ പിണങ്ങിയിരുന്ന വിട്ടാണ്. ശമ്പളം വന്ന അപ്പം തന്നെ കിട്ടു. ഓഫീസിൽ വന്ന് ഇവിടുന്ന് പോണ ധൃതിയിൽ എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റിയില്ല. പിന്നെ കുഴിപ്പുളത്ത് വെച്ച് ചേട്ടന് പൈസ ഇട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ 2000 ഇട്ട് തന്നു. കണ്ടാടേ, നിനക്ക് 1000 എനിക്ക് 2000. അച്ഛൻ പിണങ്ങിയതുകൊണ്ട് മിണ്ടാതിരുന്നതാ. ഇത് എവിടെ വരെ പോകുന്നു നോക്കണമല്ലോ. ആര് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിയൊന്നുമില്ല. നീ എന്തൊക്കെ മേട് കാണിച്ചാലും പിള്ളേരെ കൈ വിടൂല. ഇതാ കണ്ടല്ലേ 5000 ആണ്. മക്കളെ പെട്ടെന്ന് ഇറങ്ങും, നമുക്ക് സിനിമയും കണ്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാം. പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങും. ബാലുവേ 5000 തീർന്നു. എടാ തീരട്ടടേ, പണം പപ്പനാവന്. ദേ ബാലു പണം ഇഷ്ടം പോലെ ഒഴുക്കും. അതിനനുസരിച്ച് എൻ്റെ മക്കൾ ഇട്ടുകൊണ്ടേയിരിക്കും, ഞാൻ ചിലവഴിക്കൊണ്ടേയിരിക്കും. നീ ഇറങ്ങടേ, പെട്ടെന്ന് വീട് പൂട്ടി ഇറങ്ങടി. വിട്ടാൻ വേണം, ഇറങ്ങ് പോ ഇറങ്ങ്. എടി പെട്ടെന്ന് ഇറങ്ങാൻ. ഓ പെട്ടെന്ന് ഇറങ്ങണം. ചുമ്മാ ഞാൻ പിള്ളേടത്തൊന്നും പടം കാണാൻ പോകില്ല. ഉള്ളിലൊന്നുമില്ല, തലയിലും ഒന്നുമില്ല. സിനിമയില്ലേ അത് വേണ്ട, അത് വേണ്ട. അതെന്ത്? അത് ഞാൻ കണ്ട്. എപ്പോ കണ്ട്? അല്ല അത് ഞാൻ കഥ കേട്ട്. ചുമ്മാ ചുമ്മാ പറയണ്ട. ഞാൻ പോടാ, ഞാൻ പോടാ. ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് ഏത് സിനിമ? ഇംഗ്ലീഷ് സിനിമ. നീ നേരത്തെ എന്റെ തലയ്ക്കാളില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ട് കേട്ടാ. തലയ്ക്കാളുണ്ടെങ്കിൽ പിന്നെ പലവർക്കും കിട്ടുപടി. തലയ്ക്ക് പിന്നെ അത് ഞാനും കേട്ടു. ഇപ്പഴല്ലേ മറുപടി പറയണം.